നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒട്ടനവധി തൊഴിലവസരങ്ങൾ അടുത്ത കാലത്ത് ഉയർന്നു വരുന്ന ഒരു മേഖലയാണ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അത് ആൻഡ്രോയിഡിലും iOS-ലുമായി പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലായി ഉള്ള ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് iOS ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് മികച്ച കമ്പനികൾ ആപ്ലിക്കേഷനുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് iOS ഡെവലപ്പേഴ്സിനെയാണ് ആവശ്യം. ഒന്ന് ഇൻഫോ പാർക്ക് കൊച്ചിയിലാണ്, രണ്ടാമത്തത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. ഒരേ ഡൊമൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ഈ രണ്ട് അവസരങ്ങളും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ iOS ഡെവലപ്മെൻറ്റ്, അതായത് ആപ്പിൾ, ഐപാഡ് തുടങ്ങിയ ആപ്പിൾ ഡിവൈസുകളിൽ അതിനുവേണ്ടി മാത്രം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ കമ്പനികൾക്കും മുൻകാലങ്ങളിലൊക്കെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കസ്റ്റമർ ഇൻട്രാക്ഷൻ ഉള്ള സ്ഥാപനങ്ങൾ അവരുടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്ത് അതിലൂടെ അവർ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മൾ നിത്യേന ഇടപെടുന്ന പലതരം സ്ഥാപനങ്ങൾ, ബാങ്കുകളാണെങ്കിലും ഇൻഷുറൻസ് കമ്പനികളാണെങ്കിലും എല്ലാം അവരുടെ സ്വന്തമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. മുൻകാലത്ത് ഒരു വെബ്സൈറ്റ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈ ആപ്പ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് iOS ഡെവലപ്മെൻറ്റിൽ ഉള്ള ചില അവസരങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ ഒരു അവസരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനി, അതായത് അവർക്ക് ആവശ്യമുള്ളത് iOS ഡെവലപ്പേഴ്സിനെയാണ്. അത് എന്തൊക്കെ കാര്യങ്ങളിലാണ്, എന്തൊക്കെ കേപ്പബിലിറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. ആപ്പ് അഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ്. ആപ്പ് അഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ്. അവർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ മേഖലകളിലുള്ള ഒരു ഗ്രാജുവേഷൻ, അത് BTech BE ഒക്കെ ആകാം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സും ആകാം. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈ മേഖലയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ, ബിരുദം ചെയ്ത ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരാദ്യം ഒരു ട്രെയിനിങ്ങിലെടുത്ത ശേഷമായിരിക്കും നിങ്ങളെ ഒരു ഫുൾ ടൈം സ്റ്റാഫായി അല്ലെങ്കിൽ ഫുൾ ടൈം പ്രോഗ്രാമറായി, ഡെവലപ്പറായി നിങ്ങളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ 6 മാസത്തെ ഒരു ട്രെയിനിങ് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേൺഷിപ്പ് മോഡലിലായിരിക്കാം. ഏതായാലും 6 മാസവും അവർ സ്റ്റൈഫൻഡ് തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം പല കമ്പനികളും ഇങ്ങനെ ഹയർ ചെയ്യാറുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നിങ്ങളെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് ഒരു റിസ്ക് എടുക്കുന്നതിലും അവർക്ക് നല്ലത് നിങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ എടുക്കുന്ന കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരാദ്യം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും പറയില്ല, ക്വാളിഫിക്കേഷൻ മാത്രമേ പറയൂ. എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും അവർ സംസാരിക്കില്ല. നിങ്ങൾ നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിയാൽ ഒരു ഫ്രഷർ ആണെങ്കിലും അവർ നിങ്ങളെ എടുക്കും. 6 മാസം അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിനിങ് സമയത്ത് ഒരു സ്റ്റൈഫൻഡ് തരും. അവർ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സാലറി എന്നാണ് ഈ സ്റ്റൈഫൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ശമ്പളമായി നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം ഈ 6 മാസം കൊണ്ട് നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും, ഒരു ചെറിയ സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ ഡെവലപ്പായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയിൽ മികച്ച ഒരു ശമ്പളത്തിൽ കയറാൻ പറ്റും. ഇനി അതല്ല, മറ്റൊരു അവസരം നിങ്ങൾക്ക് തേടി പോകണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് തേടി പോകാനും പറ്റും. അപ്പോൾ ഇത്തരം ഒരു അവസരമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടാവും. അത് സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് പണം അങ്ങോട്ട് തന്നുകൊണ്ട് തന്നെയായിരിക്കും, ഒരു ചെറിയ ശമ്പളം തന്നുകൊണ്ടായിരിക്കും ഈ ട്രെയിനിങ് പീരീഡ് നടക്കുക. 6 മാസത്തിന് ശേഷം നിങ്ങളെ അവർ ഹയർ ചെയ്യുന്ന ഒരു പ്ലാനാണ് അവർക്കുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളൊരു നല്ല കാൻഡിഡേറ്റ് ആണോ, ഒരു കേപ്പബിൾ കാൻഡിഡേറ്റ് ആണോ എന്ന് അറിയാനുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് പല കമ്പനികളും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ ആപ്പ് അഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സീനിയോറിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ അല്ല അവർക്ക് വേണ്ടത്. അടിസ്ഥാനപരമായ ഒരു കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ ഉള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അവർക്ക് മതി. അടുത്ത ഒരു കാര്യം, ഇവർക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് വേണം എന്നവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് UI, ഇത് iOS ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ടൂൾസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ധാരണയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് UI ഉപയോഗിച്ചുള്ള iOS ഡെവലപ്മെൻറ്റിൽ ധാരണയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഡെവലപ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആർക്കിടെക്ചർ, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട് എന്നും ഉണ്ടായിരിക്കണം എന്നും അവർ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവോപ്സ് പോലുള്ള കാര്യങ്ങൾ, ഡെവോപ്സ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഒരു നല്ല ധാരണയുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് കണക്കാക്കും. അത് നിർബന്ധമായി അവർ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത്.
ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിലും നിങ്ങളൊരു IT കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്വിഫ്റ്റ് UI, iOS ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ആർക്കിടെക്ചർ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമെയിൽ IDയിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റ് ലിങ്കും ഇമെയിൽ IDയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി ഒന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 20th ആണ്. അപ്പോൾ December 20 ഇതിന് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ അവസരം. രണ്ടാമത്തെ അവസരം ടീം ഇൻഫോർമാറ്റിക്ക എന്ന് പറയുന്ന ഒരു കമ്പനി. അവർ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത കമ്പനിയാണ്. അവർക്കും iOS ഡെവലപ്പേഴ്സിനെയാണ് ആവശ്യമുള്ളത്. അപ്പം ഈ ടീം ഇൻഫോർമാറ്റിക്ക എന്ന് പറഞ്ഞ കമ്പനി അവർക്ക് റിക്വയർമെൻറ്റ് 2 മുതൽ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർക്ക് വേണ്ടത്. 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ iOS ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് iOS ഡെവലപ്മെൻറ്റിൽ ഒരു 3 വർഷം അല്ലെ 2 മുതൽ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വിഫ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ഒബ്ജക്റ്റീവ് C. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും iOSൻ്റെ അടിസ്ഥാനം ഒബ്ജക്റ്റീവ് C ആണ്. ആൻഡ്രോയിഡിൻ്റെ അടിസ്ഥാനം ജാവ ആയിരിക്കുന്നത് പോലെ തന്നെ iOSൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് C ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് Cയിലുള്ള നല്ല ധാരണയും വേണം എന്നിവർ പറയുന്നുണ്ട്. അതുപോലെ സ്വിഫ്റ്റ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ സ്വിഫ്റ്റ് UI ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ UI കിറ്റ് ഉപയോഗിക്കാൻ, അതുപോലെ Xcode ഉപയോഗിക്കാൻ, iOS ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കുകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ, അതുപോലെ തന്നെ റസ്ഫുൾ API ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി, JSON, അതുപോലെ ഗിറ്റ് പോലെയുള്ള വേർഷൻ കൺട്രോൾ ടൂൾസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതൊക്കെ പറയുന്ന ഈ ഗിറ്റും ജെയ്സണും റസ്റ്റ്ഫുൾ APIയും ഒക്കെ പറയാനുള്ള കാരണം 2 മുതൽ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള iOS ഡെവലപ്പേഴ്സിനെയാണ് ഇവർക്ക് ആവശ്യം. അപ്പോൾ 2 മുതൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള iOS ഡെവലപ്പേഴ്സിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ കാണുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ സാലറി ഒക്കെ അവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി പോലെ ഒരു സ്റ്റൈഫൻഡ് അല്ല, ഒരു ശമ്പളത്തോടു കൂടി നിങ്ങളുടെ ഒരു കരിയറിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, 2-3 വർഷമുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതും ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവരുടെ ഇമെയിൽ ID ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാനിടാം. അതൊക്കെ കണ്ട് ആ കമ്പനിയെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായി ഒന്ന് മനസ്സിലാക്കുക. ടെക്നോ പാർക്ക് ബേസ്ഡ് കമ്പനിയാണ്. ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 15th ആണ്. January 15, 2025 ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുള്ളിൽ ഈ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 അവസരങ്ങളാണ് iOS ഡെവലപ്പേഴ്സിനുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. ഇത് രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് എറണാകുളത്തുമാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതായാലും ഒന്ന് അപ്ലൈ ചെയ്ത് ഇതിനകത്തൂടെ നിങ്ങളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായി ശ്രമിക്കാം. എൻ്റെ ഒരു വീഡിയോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 2-ലധികം വീഡിയോസ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട്, അതുമല്ല എങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡ്, അക്കാഡമിക് അപ്ഗ്രേഡുമൊക്കെയായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.